ആത്മഹത്യ കേരളത്തിലൊരു പുതിയ വാർത്തയല്ല. എന്നാൽ ഡോക്ടർ സി.ജെ. റോയിയുടെ ആത്മഹത്യ കേരളത്തെ ഞെട്ടിച്ചതിന് കാരണം അദ്ദേഹം പ്രമുഖനായ ഒരു വ്യവസായി ആയതുകൊണ്ടാണ്. ആത്മഹത്യയെക്കുറിച്ച് ഒട്ടേറെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആത്മഹത്യ ദൗർബല്യത്തിൻ്റെയോ ദുർബലതയുടെയോ അടയാളമല്ല എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. മറിച്ച് മനസ്സിൽ കത്തി നിൽക്കുന്ന വേദനയുടെ വിളിയാണ് ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ചില മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരുപാട് തിയറികളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വസ്തുതകൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് റോയിയുടെ ആത്മഹത്യ എന്ന വിഷയത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ആ ചിന്തകൾ എങ്ങനെ ഒരാളെ സ്വാധീനിക്കുന്നു, എങ്ങനെ ഒരാളെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില നിഗമനങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആത്മഹത്യ ചെയ്യുവാൻ 6 കാരണങ്ങളാണ് പ്രധാനമായി ഉള്ളത് എന്നാണ്. ഈ 6 കാരണങ്ങളിലെ ഏത് കാരണമാണ് ഡോക്ടർ സി.ജെ. റോയ് എന്ന് പറയുന്ന 57 വയസ്സുള്ള സുമുഖനായ ഒരു വ്യവസായിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും റോയിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ചില വസ്തുതകൾ, ചില കാരണങ്ങൾ, ആത്മഹത്യയുടെ കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ട് പറയുന്നത് ഡിപ്രഷൻ, വിഷാദരോഗമുള്ളവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിന് അർത്ഥമില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഡിപ്രഷൻ ബാധിച്ച ഒരാൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിയും എന്നാണ് പറയുന്നത്. വളരെ ചുരുങ്ങിയ കൃതികൾ മാത്രമേ രചിച്ചിട്ടുള്ളൂ എങ്കിലും വിജയലക്ഷ്മി എന്ന് പറയുന്ന കോളേജ് അധ്യാപിക വിഷാദരോഗത്തിന് അടിമയായിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നിഗമനമുണ്ട്. എത്രമാത്രം ശരിയാണ് എന്നെനിക്കറിയില്ല. അവരുടെ ചില കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരുടെ ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ രാജലക്ഷ്മി ടീച്ചറുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അവർ പറയുന്നതിൽ നിന്നും ഒരുപക്ഷെ മനഃശാസ്ത്രജ്ഞന്മാരെത്തിയ ഒരു നിഗമനമാണ് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം ആണ് അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നാണ്. അമേരിക്കയിലെ പ്രശസ്തയായ സാഹിത്യകാരിയാണ് സിൽവിയ പ്ലാത്സ്. അവർ കടുത്ത ഡിപ്രഷൻ കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഡോക്ടർ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യാൻ കാരണം ഡിപ്രഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റിയ ആളായിരുന്നു ഡോക്ടർ റോയ്. അദ്ദേഹം ചുറ്റും നിൽക്കുന്നവരെ സന്തോഷിപ്പിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് ജീവിതം ആഘോഷിച്ച് മാറ്റിയ ഒരാളാണ്. വിഷാദരോഗമൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. എന്തായാലും ശരി, വിഷാദരോഗം തീർച്ചയായിട്ടും ആ ഒരു ലക്ഷണം റോയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരഭിപ്രായം. രണ്ടാമത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന മറ്റൊരു കാര്യം ലോൺലിനെസ് ആണ്, ഒറ്റപ്പെടലാണ്. അതുപോലെ ഉദാഹരണത്തിന് തകർന്ന പ്രണയബന്ധങ്ങൾ, തകർന്ന വിവാഹമോചനം, ഇതൊക്കെ ഒറ്റപ്പെടലിന് കാരണമാകും. പ്രത്യേകിച്ച് തരളിത മനസ്കരെ, ദുർബലരായ മനസ്കരെ പെട്ടെന്ന് പ്രണയബന്ധങ്ങൾ തകർന്നു കഴിയുമ്പോൾ, അല്ല ചില വിവാഹമോചനങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അവരെ തീർത്തും മാനസികമായി തളർത്തി കഴിയും. പിന്നെ അവർ ഏതറ്റം വരെ പോകും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനായിരുന്നു ഇടപ്പള്ളി രാഘവൻപിള്ള. തകർന്ന ഒരു പ്രണയബന്ധമാണ് ഇടപ്പള്ളി രാഘവൻപിള്ളയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഒട്ടൊരു ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും പ്രശസ്ത കവിയുമായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേട്ടത്. ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാമിനിയെക്കുറിച്ചും ഒക്കെയുള്ള ചില ചിന്തകളും ചില അനുഭവങ്ങളുമൊക്കെ ചങ്ങമ്പുഴയുമായിട്ട് ഒരു പക്ഷേ പങ്കുവെച്ച് കാണാം, നമുക്കതറിയില്ല. ഇടപ്പള്ളിയുടെ മരണം, ആത്മഹത്യ വല്ലാതെ ചങ്ങമ്പുഴയെ തളർത്തി. അദ്ദേഹം ആ തളർച്ചയിൽ നിന്ന് മോചിതനായത് രമണൻ എന്ന കവിത എഴുതിക്കൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന കവിതയാണ് രമണൻ്റെ കവിത. അന്ന് ആളുകൾ പറയുമായിരുന്നു, മാർക്കറ്റിൽ പോകുന്ന സ്ത്രീകൾ പോലും രമണൻ എന്ന പാട്ടുപുസ്തകം വായിക്കാൻ അറിയാത്തവർ പോലും അത് കൊണ്ടുവരും, ആരെങ്കിലും കൊണ്ട് വായിച്ച് കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ ചങ്ങമ്പുഴയുടെ രമണനെ പോലെ വിറ്റഴിച്ചൊരു പുസ്തകം ഇന്നും കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ചില തരളിത മനസ്കരെ ബാധിക്കുന്ന അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ, വിവാഹമോചനമോ തകർന്ന പ്രണയബന്ധമോ ഒന്നും ഒരു കാരണവശാലും ഡോക്ടർ റോയിയെ ബാധിച്ചിട്ടില്ല.
കാരണം റോയിയെ സംബന്ധിച്ചിടത്തോളം റോയി ഒരു ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ പിന്നെ ആഘോഷിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു അന്തർമുഖനായിരുന്നില്ല. ഇടപ്പള്ളി രാഘവൻപിള്ള അന്തർമുഖനായിരുന്നു. അദ്ദേഹം സമൂഹത്തിൽ ജീവിക്കുകയും കൂട്ടുകാരുമായിട്ട് ജീവിതം തിമിർത്ത് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തായാലും ലോൺലിനെസ് ആണ് ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിന് കാരണം എന്ന് നമുക്ക് പറയാനേ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ വ്യക്തിപരമായ ചില തിക്താനുഭവങ്ങൾ, അത് മറ്റൊരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം അതാണ് പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. വ്യക്തിപരമായ ചില തിക്താനുഭവങ്ങൾ കൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്തേക്കാം. വളരെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ പെട്ടെന്നുണ്ടായ മരണം, താൻ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, തനിക്കിനി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ തിരിച്ചു കിട്ടില്ല എന്ന വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന തിക്തമായ അനുഭവങ്ങൾ, വ്യക്തിപരമായ തിക്തമായ അനുഭവങ്ങൾ, യുദ്ധാനന്തരമായ ചില പ്രശ്നങ്ങൾ, ചുറ്റും കാണുന്ന ദാരിദ്ര്യം, പട്ടിണി, രോഗം, ഇതൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളും ഉണ്ട്. അതിലെ പ്രമുഖനായ ഒരാളാണ് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ, അമേരിക്കൻ സാഹിത്യകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഈ ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് യുദ്ധാനന്തരം യുദ്ധത്തിൽ അദ്ദേഹം കണ്ട ചില കാഴ്ചകളാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശരി, നല്ലൊരു സാഹിത്യകാരൻ അമേരിക്കയ്ക്കല്ല ലോകത്തിന് തന്നെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ ഉലച്ചത് തൻ്റെ ചുറ്റും കണ്ട ഇത്തരം ചില കാഴ്ചകളായിരുന്നു. പിന്നെ നാലാമത്തെ ഒരു അനുഭവമായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കാര്യമാണ്, ലഹരിയുടെ ഉപയോഗമാണ്. അമിതമായി ലഹരിയുടെ ഉപയോഗം, അതല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട നിരവധി യുവാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു നിമിഷത്തെ ആനന്ദത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്ന ലഹരി അവസാനം വല്ലാതെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ വിഡ്രോവൽ സിംറ്റം ഒക്കെ കഴിഞ്ഞ് വല്ലാത്ത ഒരു മാനസിക ശാരീരികമായ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് പോയ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ യുവാക്കൾ. മദ്യപാനം ഒരു കാലഘട്ടത്തിൽ അമിതമായ മദ്യപാനം കൊണ്ട് ലിവർ സിറോസിസ് ഒക്കെ വന്ന് മരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് വളരെ മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമകളായ ചെറുപ്പക്കാർ മറ്റുള്ളവരെ കൊല്ലാനും സ്വയം ജീവൻ ഒടുക്കാനും കാണിക്കുന്ന ഒരു ത്വര ആധുനിക സമൂഹം ശരിക്കും കൃത്യമായി പഠിച്ച് പരിഹാരം നേടേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഡോക്ടർ സി ജെ റോയിയുടെ കാര്യത്തിൽ അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളിൽ കാണുന്ന ശാരീരികമോ മാനസികമായോ ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി, അതൊക്കെ വളരെ ആഹ്ലാദവാനായ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനെയാണ് കാണാൻ കഴിയുന്നത്. ലഹരി ഒരു പക്ഷേ ഉപയോഗിക്കുമായിരിക്കും, പക്ഷേ എന്തായാലും ലഹരിക്ക് അടിമയായ ഒരാളല്ല ഡോക്ടർ സി ജെ റോയ് എന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അഞ്ചാമത്തെ കാരണം, അത് അസ്തിത്വപരമായ ശൂന്യത കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു. അത് ആത്മീയമായ മനഃശാസ്ത്രപരമായ ഒരു വിഷയമാണ്. അത് ആത്മീയതമായി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി ആ ഒരു തലത്തിലെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ഒരു മാർഗമായിട്ട് എടുക്കുന്നത്. എനിക്ക് ഇവിടെ എന്താണ് കാര്യം, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ദൗത്യം എന്താണ്, എന്നെക്കൊണ്ട് ആർക്കാണ് പ്രയോജനം, എനിക്കെന്താ ചെയ്യാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വയം ആരാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരുപക്ഷെ ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ മരിച്ച ഒരാളാണ് വർജീനിയ വൂൾഫ് എന്ന അമേരിക്കൻ സാഹിത്യകാരി. അവരൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു. അവസാനം അവരുടെ ഭർത്താവിന് എഴുതിയ കത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമില്ല, അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്നതിൽ തന്നെ കാര്യമില്ല എന്നുള്ള മട്ടിലാണ് അവർ അവസാനത്തെ കത്ത്, ആത്മഹത്യയ്ക്ക് മുമ്പുള്ളൊരു കത്ത് അവരുടെ ഭർത്താവിന് എഴുതിയത്. ആറാമത്തെ കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തികമായ കാരണങ്ങളാൽ ആയിരിക്കും ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നിയ ഒരു കാര്യം, താൻ പരാജിതനായോ എന്ന ഡോക്ടർ സി ജെ റോയിയുടെ ചിന്തയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്ക് കൺവിൻസിംഗ് ആയ മറുപടി പറയാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞു കാണില്ല. അതല്ലെങ്കിൽ അദ്ദേഹം തുറക്കാൻ
വൈമനസ്യം കാണിച്ച ലോക്കർ തുറന്നാൽ തനിക്കുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരിക്കാം. താൻ ഇതുവരെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന വിപുലമായ ഒരു സാമ്രാജ്യം, അതുപോലെ തന്നെ തൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, സിനിമാ താരങ്ങളുടെ ബന്ധുവാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ പോലെ ജീവിച്ചു വന്ന ഒരാളാണ് ഡോക്ടർ CJ റോയ്. തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും താൻ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള തോന്നൽ കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം ആത്മഹത്യ ചെയ്ത രീതിയാണ്. സാധാരണഗതിയിലെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പട്ടാള ഓഫീസർമാരോ അല്ലെങ്കിൽ പട്ടാളക്കാരോ പോലീസ് ഓഫീസർമാരൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് എപ്പോഴും തോക്ക് കൈവശം വയ്ക്കാനുള്ള അവസരമുണ്ട്. സാധാരണക്കാരന് അതില്ല, അല്ലെങ്കിൽ സമ്പന്നരായ ആളുകൾക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. പലരും നെറ്റിക്ക് വെടിവെച്ചാണ് ചിലരെങ്കിലും മരിക്കുന്നത്. ചിലർ വായ തുറന്ന് വായിലൂടെ അകത്തേക്ക് തോക്ക് കടത്തി മുകളിലേക്ക് വെടിവെച്ച് തലച്ചോറ് തെറിപ്പിച്ച് മരിക്കുന്ന ആളുകളുണ്ട്. പ്രശസ്തനായ വളരെ സത്യസന്ധനും നീതിമാനുമായ ഒരു പോലീസ് ഓഫീസർ, കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അഭിമാനമായിരുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച ശേഷം തലയ്ക്ക് വെടിവെച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമല്ല, സത്യസന്ധമായ ജീവിതം നയിക്കുന്ന, മാന്യമായ ജീവിതം നയിക്കുന്ന, നിഷ്പക്ഷമായി നീതി നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം തലയ്ക്ക് വെടിവെച്ചാണ് മരിച്ചത്. പക്ഷേ ഡോക്ടർ CJ റോയ് ചെയ്തത്, അദ്ദേഹം തോക്ക് കയ്യിലെടുത്ത് ഹൃദയത്തിൻ്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തേക്ക് വെടി ഉയർത്തി മരിക്കുകയായിരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ശരീരം തുളച്ചപ്പുറത്ത് കയറി ഭിത്തിയിൽ ചെന്നാണ് നിന്നത്. ആ അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ആത്മഹത്യ രീതി തന്നെ അദ്ദേഹം അനുഭവിക്കുന്ന മാനസികമായ സംഘർഷത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ചിലർ പക്ഷേ തൂങ്ങി മരിക്കും, ചിലർ വെള്ളത്തിൽ ചാടി മരിക്കും, ചിലർ ട്രെയിന് മുന്നിൽ ചാടി മരിക്കും, ചിലർ വിഷം കഴിച്ച് മരിക്കും, ചിലർ നരമ്പ് മുറിച്ച് മരിക്കും. അങ്ങനെ ആത്മഹത്യക്ക് ഓരോരുത്തരും സ്വീകരിക്കുന്ന വ്യത്യസ്തമായ രീതികളാണ്. പക്ഷേ ഈ വ്യത്യസ്തമായ രീതികളൊക്കെ അവരുടെ മാനസികമായ സംഘർഷത്തെ തെളിയിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. ആത്മഹത്യക്ക് ഒരാൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലൂടെ ആത്മഹത്യ ചെയ്ത ആളിൻ്റെ സ്വഭാവത്തെയും ചിന്തയും വിലയിരുത്താനുള്ള ശ്രമങ്ങൾ പല മനഃശാസ്ത്രജ്ഞന്മാരും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, റോയിയുടെ ആത്മഹത്യ ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളും കൂടെ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ആത്മഹത്യയിൽ അഭയം തേടിയ ബിസിനസ്സുകാരെക്കുറിച്ചും ആത്മഹത്യയെ ധീരമായ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ച ബിസിനസ്സുകാരും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.